ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 27-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗീയ കൃപയിൽ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. 2 Thessalonians chapter 2 verse 14 നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത്. ജാതീയ വിജാതീയ കൂട്ടത്തിൽ നിന്നും സുവിശേഷ ഘോഷണത്തിൽ കൂടെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കടന്നു വന്ന ഒരു ചെറിയ കൂട്ടത്തിനുള്ള പൗലോസിന്റെ പ്രധാനപ്പെട്ട 2 കത്തുകളാണ് 1 തെസ്സലോനിക്കർ 2 തെസ്സലോനിക്കർ എന്ന നാമകരണത്തിൽ ലേഖന ഭാഗത്ത് ചേർത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 1 തെസ്സലോനിക്കർ 2 തെസ്സലോനിക്കർ ക്രൈസ്തവ ലോകത്ത്, പ്രത്യേകിച്ച് പുതിയ നിയമ ആത്മീയ മേഖലകളിൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ശക്തമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന 2 ലേഖനങ്ങൾ തന്നെയാണ്. ഇവർക്ക് തങ്ങളിൽ നിന്നും വാങ്ങിപ്പോയവരെ കുറിച്ചുള്ള ചിന്ത, അവരുടെ നിത്യത എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള അഭിവാഞ്ച, ഇവയെല്ലാം ഇവരെ അലട്ടിയിരുന്നു. ചുരുക്കത്തിൽ ലഭിക്കപ്പെട്ട സുവിശേഷം അവർ പൂർണ്ണമായി സ്വീകരിക്കുകയും അവരുടെ നിത്യത എവിടെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവും ബോധ്യതയും ഉള്ള ഒരു കൂട്ടരായി ഇവർ മാറി. ഇന്നത്തെ ജീവജലത്തിൽ ആമുഖമായി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നമ്മുടെ അവസാനമോ കർത്താവിന്റെ വരവോ എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ നിത്യത എവിടെ ആയിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു പ്രാവശ്യമെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ ജീവിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ആരാധനയ്ക്ക് കൂടുന്നു. ഇതിനപ്പുറത്ത് എനിക്ക് എന്റെ നിത്യത എവിടെ ആയിരിക്കും എന്നതിനെക്കുറിച്ച് നാം ഒരു നിമിഷം ചിന്തിച്ചാൽ നിശ്ചയമായും ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നതിൽ നിന്നും അല്പം വ്യത്യാസമെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും. അത് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു ആത്മീയ സത്യമുണ്ട്. എന്തിനാണ് തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ യേശുക്രിസ്തു എന്ന യഥാർത്ഥ സുവിശേഷത്താൽ രക്ഷയിലേക്ക് വിളിച്ചുകൊണ്ട് ചേർത്തത്? അർത്ഥാൽ ഈ വിശ്വാസ സമൂഹം രക്ഷിക്കപ്പെട്ടതിന്റെ പരമപ്രധാനമായ കാര്യം എന്താണ്? ഒറ്റ ഒരു കാര്യമാണ്: ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കേണ്ടതിന്. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ വളരെ സ്നേഹത്തോടെ വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. നാം രക്ഷിക്കപ്പെട്ടതും ദൈവകൃപ അനുഭവിക്കുന്നതും ആരാധിക്കുന്നതും കൂട്ടായ്മയ്ക്ക് പോകുന്നതും ഇപ്പോൾ നമ്മളൊരു വർഷാവസാനത്തിലേക്ക് എത്തുകയാണ്. പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതും ഉപവസിക്കുന്നതും കൺവെൻഷൻ യോഗങ്ങൾ പങ്കുചേരുന്നതും ഒക്കെ എന്തിനാണ്? ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക്, ചുരുക്കത്തിൽ
നിത്യതയിലേക്ക് ചേർന്ന് കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ വസിക്കാനാണോ, അതോ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ രോഗം വരരുത്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, ഒരു വിധത്തിലും മനസ്സിന് സ്വസ്ഥതയ്ക്ക് ഒരു കോട്ടം പറ്റരുത്, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നതമായ സ്ഥാനമാനങ്ങൾ, ഇങ്ങനെ പോകുന്നു നമ്മുടെ നീണ്ട നിര. ഇതാണോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം? നിർഭാഗ്യവശാൽ ഇന്ന് ജനങ്ങൾ സഭകൾ മാറി മാറി പോകുന്നതും കൂട്ടായ്മകൾ വിട്ടു പോകുന്നതും പുതിയ പുതിയ ആത്മീയ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതും രക്ഷയുടെ പൂർത്തീകരണവും ക്രിസ്തുവിന്റെ മഹത്വവും ആഗ്രഹിച്ചല്ല, മറിച്ച് ഈ ഭൂമിയിൽ മെച്ചപ്പെട്ടത് എവിടെ കിട്ടും? യുവാക്കളൊക്കെ അവരുടെ കരിയർ കരുപ്പിടിപ്പിക്കുന്നത് അങ്ങനെയാണ്. 1 വർഷം 2 വർഷം ഒരു കമ്പനിയിൽ നിന്ന് അത്യാവശ്യം വേണ്ടത് പഠിച്ചെടുക്കും, മനസ്സിലാക്കും. ആ സമയത്തിനുള്ളിൽ മാർക്കറ്റിലെ ഏറ്റവും നല്ല കോർപ്പറേറ്റ് ഓഫീസ് ഏതാണ് കണ്ടെത്തും, അവിടുത്തെ സാധ്യതകൾ മനസ്സിലാക്കും. അടുത്ത ഒരു ഗ്രേഡോടുകൂടി അഥവാ പുതിയൊരു തസ്തികയോടുകൂടി അങ്ങോട്ട് ചാടും. ഇത് ചാടിക്കൊണ്ടേയിരിക്കും. ഇതല്ലേ ഇന്ന് ക്രൈസ്തവ ലോകം? എന്തിനാണ്? ഈ ഭൂമിയിലെ കാര്യത്തിലാണ്. എന്നാൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? പണമുണ്ടാക്കാനോ, എസ്റ്റേറ്റ് വാങ്ങാനോ, വലിയ വലിയ ബംഗ്ലാവുകൾ പണിയാനോ? എന്തിനാണ് നാം രക്ഷിക്കപ്പെട്ടത്? എന്തിനാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വന്നത്? പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വീട് ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്, പണം ആവശ്യമാണ്, മക്കളുടെ വിദ്യാഭ്യാസം ആവശ്യമാണ്, നിലനിൽപ്പ് ആവശ്യമാണ്. ഇതെല്ലാം ആവശ്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് നമ്മുടെ തമ്പുരാനും അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ തമ്പുരാനോട് അറിയിക്കുമ്പോൾ നിശ്ചയമായും വേണ്ടത് വേണ്ടിയ സമയത്ത് വേണ്ടിയ അളവിൽ, 1 സെക്കൻഡ് പോലും മുൻപേയും പിൻപേയും അല്ലാതെ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ നമുക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇന്ന് രാജ്യവും നീതി അന്വേഷിക്കുന്നതിന് മുമ്പേ കൂട്ടിച്ചേർക്കുവാനുള്ള വെപ്രാളം കൊണ്ട് സഭയുടെ നാഥനായ ക്രിസ്തു സഭയ്ക്ക് പുറത്താണ്. ആകയാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഈ ഭൂമിയിൽ സുഖസുഷുപ്തിയിൽ കെട്ടടങ്ങുവാനാണോ, അതോ ഒരു ബ്രാക്കറ്റ് കാലയളവായ 70 80 കഴിഞ്ഞ് കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ നിത്യതയിൽ വസിക്കുവാനാണോ? അവരവരാണ് ചിന്തിക്കേണ്ടത്, അവരവരാണ് തീരുമാനിക്കേണ്ടത്. അവരവരെവിടെ നിൽക്കുന്നുവെന്ന് സ്വയം കണ്ടെത്തുക. അതുകൊണ്ട് തെസ്സലോനിക്യ സഭയോട് പറയുന്നു, നിങ്ങളെ ഞങ്ങൾ സുവിശേഷം നൽകി ക്രിസ്തുവിന്റെ രക്ഷയെങ്കിലേക്ക് ആഹ്വാനം ചെയ്തതും നിങ്ങൾ രക്ഷയെങ്കിലേക്ക് വന്നതും ലോകപ്രകാരം എന്തെങ്കിലും തരുവാനല്ല, ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനാ. അതുകൊണ്ട് കഴിഞ്ഞ ഏകദേശം 5 വർഷത്തോളമായി ജീവജലം ഒട്ടും നഷ്ടപ്പെടാതെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകത്തിന്റെ ചിന്തകളൊക്കെ അമിതമായിട്ടുള്ളത് വിട്ടിട്ട്, ആശങ്കകളൊക്കെ മാറ്റിവെച്ചിട്ട് നിത്യതയെക്കുറിച്ച് ആശങ്കപ്പെടുക. എനിക്ക് നിത്യത കിട്ടണം, ഇന്നത്തെ എൻ്റെ പൊക്കിൽ കിട്ടുമോ, കിട്ടുവാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ സ്വയം ഒരു തിരിച്ചറിവിലേക്ക് വന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതും കൂട്ടായ്മ കൂടുന്നതും ആരാധനയ്ക്ക് പോകുന്നതും ദൈവവേല ചെയ്യുന്നതും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധനാഢ്യനായി ജീവിച്ച് യേശു കർത്താവ് ഉപമയിൽ കൂടെ പറഞ്ഞ ധനവാനെ പോലെ നരകത്തിൽ വീഴുവാനും സഹോദരങ്ങളെ ഓർത്ത് കരയുവാനും ദരിദ്രനായി തൻ്റെ പടിയിൽ കിടന്നിരുന്ന ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ട് വേദനിച്ച് ഒരിറ്റു വെള്ളത്തിന് കേണതുപോലെ കേഴുവാനുമല്ല, നിത്യതയിൽ കർത്താവിനോട് ചേർന്ന് വാഴുവാനാ. അതുകൊണ്ട്
ഇന്നിന്റെ വിഷമങ്ങളെയും ഭാരങ്ങളെയും ഒക്കെ തമ്പുരാന്റെ കരങ്ങളിൽ വെക്കുക. അപ്പൻ അറിയാത്തതായി ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പല സഹോദരങ്ങൾക്കും പലവിധ വേദനകളാണുള്ളത്. ചിലർക്ക് ചില ആരോഗ്യപ്രയാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, അത് വിവാഹ സംബന്ധമാകാം, തലമുറ സംബന്ധമാകാം, ജോലി സംബന്ധമാകാം, കുടുംബ വഴക്കാകാം. എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ തുറന്ന ഹൃദയത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അപ്പനത് ഏറ്റെടുക്കട്ടെ. എന്നിട്ട് നാം നമ്മുടെ മുൻപോട്ടുള്ള യാത്ര, ഞാൻ നിത്യതയിൽ എത്തുവാൻ എന്നെ വിളിച്ചിരിക്കുന്നു, അതെനിക്ക് പൂർത്തീകരിക്കണം. അതിനെ ലക്ഷ്യം വെക്കുമ്പോൾ നമുക്കിവിടെ വേണ്ടത് തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം, വിളിച്ചപേക്ഷിക്കുമ്പോൾ വിളിപ്പുറത്തിറങ്ങി വരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന അമ്മമാരെ, പ്രിയ അപ്പന്മാരെ, പിതാക്കന്മാരെ, നിങ്ങളുടെ വേദനകൾ മറ്റാരും അറിയുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കൺസേൺ, ഇന്ന് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്, എന്താണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ദൈവത്തിനും അറിയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ആ ഇല്ലാത്ത അവസ്ഥയെ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. തമ്പുരാൻ കാണട്ടെ, തമ്പുരാൻ അത് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. നിശ്ചയമായും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെയാ. നമ്മളെ വിളിച്ചത് ഈ ഭൂമിയിൽ വേണ്ട നൽകി നടത്തുകയും ചെയ്യും, വരാനുള്ളിടത്ത് എത്തേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്യും. അതെ, അങ്ങനെയെങ്കിൽ ആകുല ചിന്തകളും ഭാരങ്ങളും വേദനകളും ഒക്കെ മാറ്റിവെച്ച് അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ജീവജലം നാളുകളായി ശ്രവിക്കുകയും ഇന്ന് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എന്റെ പ്രിയ ദൈവജനമേ, ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടതെല്ലാം വേണ്ടത് തന്നെയാണ്, ഒട്ടും നിഷേധിക്കുന്നില്ല. അതിനെ ഓർത്ത് വേവലാതിപ്പെടാതെ, ഓടി നടക്കാതെ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മെ വിളിച്ച ദൈവം നിത്യതയിൽ നമ്മെ ചേർക്കുവാനായിട്ടാണ് വിളിച്ചത്. ആ ഒരു തിരിച്ചറിവും ബോധ്യതയും എപ്പോഴും ഹൃദയത്തിലുണ്ടായി ആ ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഇന്നത്തെ വാഗ്ദത്ത വചനം ആ നിലകളിൽ നമ്മുടെ കണ്ണുകളെ തുറക്കുകയും ഹൃദയങ്ങളെ ഒരുക്കുകയും മനസ്സുകളെ സമർപ്പിക്കുകയും ചെയ്യാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയൊരു പകല് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഓരോ ദിനവും അപ്പന്റെ കൃപയാൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി സ്തുതിക്കുന്നു. ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടതാണ്. എന്നാൽ പലപ്പോഴും ഞങ്ങൾ അമിതമായി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളെ വിളിച്ച വിളിയെക്കുറിച്ചുള്ള ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നു. ഞങ്ങളെ അങ്ങയുടെ വചനത്താൽ, സുവിശേഷത്താൽ വിളിച്ച് രക്ഷണ്യ പദ്ധതിയിലേക്ക് എത്തിച്ചത് ക്രിസ്തുവിന്റെ മഹത്വം ഞങ്ങൾക്ക് ലഭ്യമാകേണ്ടതിനാണ്. ആകയാൽ ആ ഒരു വലിയ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. ഞങ്ങളുടെ നിത്യത അങ്ങയോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഞങ്ങളുടെ ഭാരങ്ങളെയും വേദനകളെയും അവിടുന്ന് ഏറ്റെടുക്കണം. ഇന്ന് വിഷമത്തോടെ, സങ്കടത്തോടെ പ്രാർത്ഥനയിൽ തലവണക്കിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് മാനിക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന് ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് തമ്പുരാൻ അറിയുന്നു. അതെ, ഏറിയ കുരികിലിനേക്കാളും ഞാനും നിങ്ങളും വിശേഷതയുള്ളവരാ. തമ്പുരാൻ നമ്മളെ മുഴുവനും എണ്ണിയിരിക്കുന്നു. നമുക്ക് വേണ്ടത് തരുവാൻ ദൈവം വിശ്വസ്തനാ. നാം ഏറ്റവും പരമപ്രധാനമായി മുൻസ്ഥാനം കൊടുക്കേണ്ടത്, നമ്മെ വിളിച്ചത്, ഈ രക്ഷണ്യ പദ്ധതിയിലേക്ക് ചേർത്തത് ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ, അഥവാ നിത്യതയിൽ എത്തുവാൻ. ഈ ലോകത്തിനു വേണ്ടി ഓടി നിത്യത നഷ്ടപ്പെടുത്തുവാൻ ഇടയാകരുത്. അതുകൊണ്ട് നിത്യത മുൻപിൽ കണ്ടുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഈ 27-ാം തീയതി ബുധനാഴ്ച
ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉയരത്തിൽ നിന്ന് സകല നന്മകളുടെയും ദാതാവായ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വർഷിപ്പിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.